ഒരു പിൻഗാമിയെ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. തന്നെയുമല്ല IRGCയുടെ ന്യൂ ഹെഡിനും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഖമനിയെ അയത്തുള്ള അലി ഖമനിയെ താങ്കൾ പറഞ്ഞു 1989 മുതൽ, അത് ശരിയാണ്. അതിന് മുമ്പ് 81 മുതൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം 89 സുപ്രീം ലീഡറായത്. അപ്പോൾ അത് ഇസ്രയേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഴ്ചയിൽ അവർ നോക്കുമ്പോൾ ഒരു വലിയ നേട്ടമാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് അവര് പറയുന്നത് പോലെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ റെജീം ചേഞ്ചിനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ശരിക്കും റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ റെജീം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ബി റെജീമിനെ അവിടെ വെക്കുക, അതാണ് റെജീം ചേഞ്ച്. അപ്പോ അത് ഇറാഖിൽ അമേരിക്ക കുറച്ച് നാളത്തിന് ചെയ്തു. പക്ഷെ അതിനു വേണ്ടിയിട്ട് അമേരിക്കക്ക് ഇറാഖിനെ ഓക്യുപ്പൈ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇറാന്റെ കാര്യത്തില് അങ്ങനെയുള്ളൊരു ഓക്യുപ്പേഷന്റെ ചോദ്യമേ ഉദിക്കുന്നില്ല. അമേരിക്ക തീർച്ചയായിട്ടും ട്രൂപ്സിനെ അയക്കില്ല, ഇസ്രയേലും ട്രൂപ്സിനെ അയക്കില്ല. പിന്നെ വേറൊന്നും പറയാനുള്ളത്, ഇറാൻ 93 മില്യൺ 9 കോടിയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഒരു വലിയ രാജ്യമാണ് ജിയോഗ്രഫിക്കലി. അപ്പോ നെതന്യാഹു ആഗ്രഹിക്കുന്നത്, അദ്ദേഹം റെജീം ചേഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് അതല്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇറാനിൽ കെയോസ് ഉണ്ടാവുക. അപ്പൊ അതായത് കേർഡ്സും ബലൂച്ചിസും അവരവരെയൊക്കെ റെബൽ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ റീജിയനിൽ, വെസ്റ്റ് ഏഷ്യ റീജിയനിൽ ഇസ്രയേൽ ഒരു ഹെജമോണായിട്ട് വരും. അതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഹൂതി നേതൃത്വത്തിലെ ഒരു വിലയിരുത്തൽ തന്നെ പറയുന്നത് ഇറാനെതിരെ നടന്ന ആക്രമണം ഒരു രാജ്യത്തിനെതിരായ സൈനിക നടപടി മാത്രമല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രാദേശികമായ ഒരു ശക്തി സമത്വമായിരിക്കുമോ? അത് തന്നെ. അതായത് ഇറാനിലെ കെയോസ് ഉണ്ടെങ്കിൽ അപ്പോ ആ ജോഗ്രഫി നോക്കി, അപ്പൊ എബ്രഹാം അക്കോർഡ്സ് പലരും ചെയ്തു കഴിഞ്ഞു. സൗദി അറേബ്യ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇസ്രയേൽ ഒരു ഹെജമോണായിട്ട് നേതാവായിട്ട് ഉയരും എന്നാണ് നെതന്യാഹുവിന്റെ മോഹം. അത് നടക്കുമില്ലെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇറാനെതിരായ ആക്രമണങ്ങളുടെ അതിന്റെ ഒരു ബാക്കി എന്നോണം ഇസ്രയേൽ എന്തൊക്കെയായിരിക്കാം ഇനി പ്രതീക്ഷിക്കേണ്ടത്? കാരണം ഇറാൻ അത്രത്തോളം ശക്തിയായിട്ട് തന്നെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രം ഇസ്രായേലിന് ഇതിൽ നിന്നും മാറാൻ സാധിക്കുമോ? ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തി നോക്കുമ്പോൾ അവർക്ക് ഇറാനെ ഔട്ട് ഗൺ ചെയ്യാൻ പറ്റും. അവർക്ക് ഇറാനേക്കാളും 10 ഒരുപാട് കൂടുതൽ ശക്തിയുണ്ട്. പക്ഷെ ഇറാനെ തിരിച്ചടിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു സൈനിക ഏറ്റുമുട്ടലായിട്ടാണോ അതോ ഒരു പ്രാദേശിക തരത്തിലേക്ക് ഇത് മാറാനുള്ള ഒരു സംഘർഷമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയല്ലേ വരാനിരിക്കുന്നതും? പ്രാദേശിക യുദ്ധം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ സാധ്യത കുറവാണ്. കാരണം ഇറാൻ UAE, ഖത്തർ എന്നിവിടങ്ങളിലേക്ക് മിസൈൽസ് അയച്ചിട്ടുണ്ട്. ആ ദുബായിലുള്ള ബുർജ് ഖലീഫ ഹോട്ടല് അവിടെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് UAEയും സൗദി അറേബ്യയും ഖത്തറും ഇറാനെ പോയി ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, ഇറാനിന്റെ കാര്യത്തില് അമേരിക്കയും ഇസ്രയേലിനും ഒരുപാട് എയർ വാർ ചെയ്യാൻ പറ്റും, ബോംബ് ചെയ്യാൻ പറ്റും. പക്ഷെ അവര് ഓക്യുപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇറാന് വിദേശ ശക്തി ഓക്യുപ്പ് ചെയ്യുന്ന കാര്യമേ ഉദിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.